ശാലിശ്ശേരി സരസ്മേളയിൽ ഇത്രയും ഭംഗിയാക്കിയിട്ട് ഇവിടെ ഈ ഒരു കൗണ്ടർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ചേച്ചിമാരാണ്. ചേച്ചിമാർ ഇനിയും ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് പണിയും തിരക്കും ആയ കാരണമാണ് വീഡിയോയിൽ വരാൻ പറ്റാത്തത്. അപ്പോ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഈ ഒരു സരസ്മേളയിൽ എത്തിപ്പെട്ടതും ഇവിടുത്തെ കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇവരോട് നമുക്ക് ചോദിച്ചു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഇവിടുത്തെ ഈ ഒരു അനുഭവം? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ന് പറയാം. എന്താ വെച്ചാൽ ഒരു കുടുംബം പോലെ, ഒരു വീട്ടിലെത്തിപ്പെട്ട പോലെ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പണിയിൽ ക്ഷീണോ അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ആരെങ്കിലും ഒരു മോശമായിട്ടൊരു ചീത്ത വർക്കിനോ ഒന്നുമില്ല. ഇവിടുന്ന് ഇനി തിരിഞ്ഞു പോകുമ്പോഴാണ് സങ്കടം. അപ്പൊ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. എല്ലാവരും സങ്കടം തോന്നുന്നു. ഈ സരസ്മേള കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിച്ചു പോകുന്നത്. അത്രയ്ക്ക് ഞങ്ങൾക്ക് കൂടെ വന്നപ്പോൾ അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 3 മണി 4 മണി ആയാലും പോവാൻ തോന്നില്ല. ഇവര് ഇല്ലെങ്കിൽ ഈ ഒരു കൗണ്ടർ ഇത്രയും നീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന്റെ പുറകുവശത്ത് ഞാൻ പോയപ്പോ നമ്മള് ഭക്ഷണം കഴിച്ച് നമ്മൾ പോയി, കാരണം നമ്മുടെ കടമ കഴിഞ്ഞു. പക്ഷെ അത്രയും പ്ലേറ്റുകളും അതുപോലെ തന്നെ പല സംഭവങ്ങളും അവിടെ കഴുകാൻ അത് ഇവരാണ് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു കൗണ്ടറിലേക്ക് ഓരോ കൗണ്ടറുകളിലേക്കും ഇവരാണ് എത്തിക്കണേട്ടാ. അപ്പൊ ഏറ്റവും വലിയ ഒരു സംഭവം ഇതിന്റെ നെട്ടല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മള് ഇവരോട് സംസാരത്തിൽ അറിയാം ഇവരെ കെട്ടുറപ്പും കൂട്ടായ്മ എങ്ങനെ. നമ്മൾ ഈ മേളനെ ഏറ്റവും മനോഹരമാക്കി തീർത്തവരാണ്. ഇവരുടെ സന്തോഷം, ഇവരുടെ സേവന മനോഭാവം എല്ലാം ആളുകളുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഭക്ഷണം മാത്രമല്ല, ഏറ്റവും നല്ല വൃത്തിയിലെ അന്തരീക്ഷവും പിന്നെ മികച്ച ടീം വർക്ക്, എല്ലാവരുടെ സ്നേഹം, നല്ല പെരുമാറ്റം, ഇതൊക്കെ എടുത്തു പറയാവുന്നതാണ്. ഇതിൽ ഈ മേള വിജയാവില്ലായിരുന്നു, സന്തോഷമാവില്ലായിരുന്നു. എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെയും പിന്നെ എല്ലാം ആണ് മേളയുടെ വിജയം.